കോഴിക്കോട് DCC സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കിയ വയോധികന്റെ ശബ്ദ സന്ദേശത്തിൽ നടുക്കുന്ന വിവരങ്ങൾ. മരണത്തിന് ഉത്തരവാദി കടത്തനാട് ലേബർ സൊസൈറ്റി എന്ന് ഇബ്രാഹിം ഹാജി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. വഞ്ചിച്ചത് സുധീർ കുമാർ അടക്കം കോൺഗ്രസ് നേതാക്കളാണെന്നും പരാതി കൊടുത്തതിന് കൊല്ലാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. ഇബ്രാഹിം ഹാജിയുടെ മരണം കൊലപാതകത്തിന് തുല്യമെന്ന് CPIM ആരോപിച്ചു. കടത്തനാട് ലേബർ സൊസൈറ്റിയിലെ കൂറ്റ നിക്ഷേപ തട്ടിപ്പ്, DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ കൊടിയ വഞ്ചന, വധശ്രമമടക്കം നടത്തിയ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, അങ്ങനെ നടുക്കുന്ന വിവരങ്ങളാണ് ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശത്തിലുള്ളത്. ഭരണസമിതി പ്രസിഡന്റ് സുധീർ കുമാർ അടക്കം 6 പേരാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് ഇബ്രാഹിം ഹാജി പറയുന്നു. ഇബ്രാഹിം മരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ശബ്ദ സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്നതാകട്ടെ ഇവരെ കാലാകാലം ജയിലിലടയ്ക്കണമെന്നും. ഈ സൊസൈറ്റി എന്ന് പറയുന്ന ആളാണ്, ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദി. എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ തൂങ്ങി മരിക്കുമോ, ജേന്ന് മരിക്കുമോ, വെള്ളത്തുള്ളി മരിക്കുമോ, ഏതെങ്കിലും കോലത്തിൽ ഞാൻ മരിക്കും. സർക്കാർ അംഗീകൃത സ്ഥാപനം എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സൊസൈറ്റി നിക്ഷേപം സമാഹരിച്ചത്. പ്രമുഖ കോൺഗ്രസ് ലീഗ് നേതാക്കളെ ഇതിനെത്തിച്ചു. 1 ലക്ഷത്തിന് 1250 രൂപ ലാഭം എന്നതായിരുന്നു വാഗ്ദാനം. സ്വർണവും സ്ഥലവും വിറ്റ സമ്പാദ്യവുമെല്ലാം ഇബ്രാഹിം നിക്ഷേപിച്ചു. അസുഖം ബാധിച്ച് വയ്യാതായപ്പോൾ ഇബ്രാഹിം പണം തിരികെ ചോദിച്ചു. പണം തിരികെ ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഷീർ വാഹനമിടിച്ച് കൊല്ലാൻ വരെ ശ്രമിച്ചെന്നും ഇബ്രാഹിം പറയുന്നു. ആദ്യത്തിലെ പ്രസിഡന്റ് സുധീർ കുമാർ, രണ്ടാമത് പ്രസിഡന്റായിട്ട് വന്ന ബഷീർ അഹമ്മദ് മേമുണ്ട, സെക്രട്ടറി ബീന എന്നാണ് തോന്നുന്നത്, പെണ്ണുങ്ങൾ, വൈസ് പ്രസിഡന്റ് മജീദ് ഹാജി വെള്ളിയോങ്ങര, ഇപ്പം വൈസ് പ്രസിഡന്റ് ഹുസൈൻ കമ്മന, റിനീസ്. ബഷീർ എന്ന് പറയുന്ന വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ ഇരുത്തുന്ന എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ വേണ്ടി നോക്കിയേക്ക്. ഇവരെല്ലാവരും ഉത്തരവാദിയായിരിക്കും. എല്ലാവരും ജീവിതകാലം വരെ ജയിലടക്കണ വരെ. 75 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പിന് താൻ ഇരയായെന്നും നീതി കിട്ടിയില്ലെന്നും തോന്നിയപ്പോഴാണ് ഇബ്രാഹിം സുധീർ കുമാറിന്റെ വീടിന് മുൻപിൽ ചെന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കിയത്. ഇതൊരു കൊലപാതകം തന്നെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കോൺഗ്രസും ലീഗും മറുപടി പറയണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യയല്ല. ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഫലപ്രദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകം തന്നെയാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, അതിൽ ലീഗിന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെയാണ് നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത്. അതിനാവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം. കോൺഗ്രസ് നിയന്ത്രിച്ച ഭരണസമിതി നടത്തിയ കൊടും കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിയടക്കം ഉത്തരം പറയണമെന്ന് BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ആവശ്യപ്പെട്ടു. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതെല്ലാം പാഴ്വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDFന്റെ നേതൃത്വത്തിൽ VD സതീശന്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉത്തരം പറയണം. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭരണസമിതിയുമായി ബന്ധമുണ്ടെങ്കിലും കോൺഗ്രസിന് ഇതുമായി ബന്ധമില്ലെന്ന ന്യായീകരണമാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയത്. ഈ സൊസൈറ്റി കോൺഗ്രസുമായോ UDFുമായോ യാതൊരു ബന്ധമില്ല, അഫിലിയേഷൻ ഇല്ല. പാർട്ടിയിൽ അഫിലിയേഷൻ ഇല്ലാത്ത എന്നാൽ പാർട്ടിക്കാരന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. കഴിഞ്ഞ ലോക്സഭയിൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇങ്ങനെ വിഷയമുണ്ടെന്നത്. ആ വിഷയമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റിയത്. ഇപ്പോൾ പക്ഷെ ഒരു നിക്ഷേപകനും പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചേനെ. മാത്രവുമല്ല, പാർട്ടിക്ക് ഈ സംഘവുമായി ബന്ധമില്ല, പക്ഷെ പാർട്ടിക്കാർക്ക് ബന്ധമുണ്ട്. അത്തരം പാർട്ടിക്കാരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല. MV ഗോവിന്ദനടക്കം CPM നേതാക്കൾ ഇബ്രാഹിം ഹാജിയുടെ വീട്ടിലെത്തി. ഭരണസമിതിക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്ന ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.